ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ ചാപ്റ്ററിൽ തന്നെ 4ാമത്തെ ഭാഗത്തിലോട്ട് പോവുകയാണ്. നമ്മൾ സമ്മ് വരെയായിരുന്നു കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി സമ്മിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ സം ഓഫ്, എന്താണ് പറഞ്ഞിരിക്കുക, ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 9ന്റെ ഗുണിതങ്ങളായ എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അക്ക സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ സം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 3 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ് ആദ്യം മനസ്സിലാവും. എവിടെയാണ് 3 അക്ക സംഖ്യ? 3 ഡിജിറ്റ് നമ്പര് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 100-ൽ നിന്നും തുടങ്ങി 101, 102, 103 ഇങ്ങനെ എഴുതി എവിടെ വരെ പോകും? 999 വരെ നിന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് 3 അക്ക സംഖ്യ കിട്ടത്തുള്ളൂ. എന്നാൽ ഈ 100 മുതൽ 999 വരെയുള്ള അടുപ്പിച്ചുള്ള സംഖ്യകൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അവർ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ഓഫ് 9 മതി. അതായത് 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകൾ മതി. എങ്ങനെയാണ് ഈ 9ന്റെ ഗുണിതം, അല്ലെങ്കിൽ ഗുണിതങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, സംഖ്യനെ ഇപ്പൊ ഞാൻ 100 എടുത്തു. 100നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9ന്റെ ഗുണിതം കണ്ടുപിടിക്കുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശരി, 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഗുണം 1 9, ശിഷ്ടം 1, ഈ 0 താത്തിറക്കി 9 ഗുണം 1 9, വീണ്ടും ശിഷ്ടം എത്രയാണ്? 1. ശിഷ്ടം എന്ത് വന്നാലും അത് എന്തിന്റെ ഗുണിതമല്ല? 9ന്റെ ഗുണിതമല്ല. അപ്പൊ 100നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ശിഷ്ടം 1 വന്ന്, അതുകൊണ്ട് എന്തിന്റെ ഗുണിതമല്ല? എന്താണ്? 9ന്റെ ഗുണിതമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത 101നെ നമുക്ക് എന്ത് ചെയ്യാം? 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 100നെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 101നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം 100 9ന്റെ ഗുണിതം അല്ലാതെ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ 101നെ നമുക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. 9 വെച്ച് ഡിവൈഡ് 9 1 9, ശിഷ്ടം 1, ഈ 1 താത്തിറക്കി 9 1 9, ശിഷ്ടം എത്ര വരും? 2. അപ്പൊ 2 വന്നു. 9 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം എത്ര? 2 ആണ് വന്നു. അപ്പൊ 9ന്റെ ഗുണിതമാണോ? 101 9ന്റെ ഗുണിതം. പിന്നെ എപ്പോഴാണ് ഗുണിതം ആകുന്നത്? നമ്മുടെ ശിഷ്ടം ഉണ്ടല്ലോ, നമുക്കിപ്പോ ഇവിടെ കിട്ടിയ ശിഷ്ടം 2, അതേപോലെ ഇതിന് തൊട്ട് മുമ്പുള്ളത് 100 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടി. ശിഷ്ടം 0 ആകുമ്പോഴാണ് അതെന്താകുന്നത്? ഗുണിതമാകുന്നത്. ശിഷ്ടം എന്താകണം? 0 ആകണം. അങ്ങനെ നമ്മൾ ചെയ്ത് 100നെ ഡിവൈഡ് ചെയ്ത് 101നെ ഡിവൈഡ് ചെയ്ത്, ഇനി അങ്ങനെ ഡിവൈഡ് ചെയ്ത് 108നെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശിഷ്ടം എന്ത് കിട്ടുന്നത് നോക്കാം. നമുക്ക് 1 9, ശിഷ്ടം എത്രയാണ്? 108 അല്ലേ? അപ്പം ശിഷ്ടം എത്ര വന്നു? 1 8 താത്തിറക്കി 9 2 18, ശിഷ്ടം എത്ര കിട്ടി? 0. അപ്പം ഡിവൈഡ് ചെയ്ത് വന്ന് എവിടം വരെ എത്തുമ്പോഴാണ് നമുക്ക് ശിഷ്ടം 0 കിട്ടുന്നത്? 108. അപ്പൊ ആദ്യത്തെ സംഖ്യ എന്താണ്? 108 ആയിരിക്കും. രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ പാടൊന്നുമില്ല. ഈ 108ന്റെ കൂടെ ഈ 9 കൂട്ടിയാൽ മതി. അപ്പൊ എത്ര കിട്ടി? 117. അടുത്ത സംഖ്യ കിട്ടാനും പാടില്ല. ഈ 117ന്റെ കൂടെ 9, അങ്ങനെ കൂട്ടി ലാസ്റ്റത്തെ സംഖ്യ 999. 999നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. കാരണം 9ന്റെ ഗുണിതങ്ങളെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 999നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 999 എല്ലാ 9 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 9 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 999 അങ്ങനെ. ഇനി നമുക്ക് ഈ ശ്രേണിയുടെ ഈ കിട്ടിയ ശ്രേണിയുടെ എന്ത് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞത്? സമ്മ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്കറിയാം ഈ കിട്ടിയ ശ്രേണിയുടെ അകത്തെ ആദ്യ പദം എന്താണ്? കഴിഞ്ഞ പാർട്ടി നമ്മൾ സമ്മിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ അകത്ത് ആദ്യ പദം നമുക്ക് എന്തെടുക്കാം? T1 അല്ലെങ്കിൽ X1 ആയിട്ട് എടുക്കാം. നമ്മൾ X1 ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. അതുകൊണ്ട് ആദ്യത്തെ പദം നമുക്ക് X1 ആയിട്ട് എടുക്കാം. X1 എത്രയാണ്? 108. അവസാനത്തെ പദമായ 999 നമുക്ക് എന്തായിട്ട് എടുക്കാം? XN ആയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു 999. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് ടേംസ് N കണ്ടുപിടിക്കണം. 108 മുതൽ 999 വരെ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കില്ല. N കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. TN മൈനസ് അല്ലെങ്കിൽ X1 എന്താണ്?
എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ അകത്ത് എക്സ് എൻ എത്ര 999 മൈനസ് എക്സ് വൺ എത്ര 108 ഡിവൈഡ് ബൈ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര 9 പ്ലസ് 1. അങ്ങനെ ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് എൻ എത്ര കിട്ടും? എൻ 100 എന്ന് നമുക്ക് കിട്ടും. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്ത സംഭവം ഉണ്ടല്ലോ, 999 മൈനസ് 108 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. ഈ പ്ലസ് 1 ആരും മറന്നുപോയില്ല കേട്ടോ, പ്ലസ് 1 ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ചെയ്ത് നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്നും കിട്ടും 100. ഇനി നമുക്ക് പാടൊന്നും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മുടെ ഇക്വേഷൻ്റെ അകത്തോട്ട് എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ സം കണ്ടുപിടിക്കുക. എസ് എൻ ഈസ് ഈക്വൽ ടു in/2 ഇൻറ്റു x1 പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് എത്ര നമുക്കുള്ളത്? എന്നിന്റെ സ്ഥാനത്ത് 100. ദാറ്റ് ഈസ് 100 ബൈ 2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 108 പ്ലസ് 999. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 100 ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100നെ 2നെയും കൂടെ വെട്ടിയാൽ നമുക്ക് എത്ര? 50. ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. 108 പ്ലസ് 999 എന്ന് പറഞ്ഞാൽ 1107 ആണ്. 999 108 999 100 എത്രയാണ്? 1099. അതിന്റെ കൂടെ ഒരു 8 കൂടെ കൂട്ടുമ്പോൾ 1107 അല്ലെ? ഇനി ഇതിന്റെ ആൻസർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ എന്താണ് 50 ഗുണം അല്ലെ, നമുക്കിപ്പോ ലാസ്റ്റ് കിട്ടിയ എന്താണ്? ഈ 50 ഗുണം 107 ചെയ്യാൻ നേരം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഗുണനം നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഗുണിക്കുക. നിങ്ങൾ ഈ കണക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഗുണിച്ച് കിട്ടുന്ന ആൻസർ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ചാനൽ മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള മാക്സിമം ഹെൽപ്പ് നിങ്ങൾ എന്നെ ചെയ്യണം. അപ്പൊ അതെന്ത് ചെയ്യണം? നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓർത്തോണം അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ കണക്കുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. പരീക്ഷയ്ക്ക് ഫുൾ A+ നിങ്ങൾക്ക് മാത്സിന് കിട്ടിയിരിക്കും. മാത്സിന് A+ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. മാത്സിന് A+ കിട്ടുന്ന ഏതൊരു കുട്ടിക്കും നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിന് A+ വാങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് ഫുൾ A+ എത്തിച്ചേരാനും പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത കണക്കിലോട്ട് നമുക്ക് പോകാം. അടുത്ത കണക്ക് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് ആദ്യം ഒന്ന് പറയട്ടെ. ഓക്കെ, ഇപ്പൊ ഞാൻ 2 എന്ന് മാത്രം എഴുതുവാൻ. 2 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു സംഖ്യയാണ്, അല്ലെങ്കിൽ ഇതെന്താണ്? ഒരു നമ്പറാണ്. എന്നാൽ ഞാൻ ഈ 2ന്റെ കൂടെ ഒരു എക്സ് എന്നോ അല്ലെ 2ന്റെ കൂടെ n എന്നോ 2ന്റെ കൂടെ y എന്നോ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കും. ഇല്ലേ, മലയാളത്തിൽ പറയും ബീജഗണിത രൂപം. അപ്പൊ വെറുതെ ഒരു സംഖ്യ എഴുതിയിട്ട് കാര്യമില്ല. ആ സംഖ്യയുടെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ വേറൊരു 2 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ആണ്. സത്യമല്ലേ? എന്നാൽ 2x + 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 എന്ന് എഴുതാൻ പറ്റത്തില്ല. 7x ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തുവാ മക്കളെ? എക്സ്പ്രഷൻ. എന്ത് എക്സ്പ്രഷൻ? ആ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഭാഗത്തിലോട്ടാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പൊ ഈ കാര്യം എല്ലാവരും എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് നമ്മുടെ അടുത്ത കണക്കിലോട്ട് നിങ്ങൾ പോവുക. അടുത്ത കണക്ക് ഇത് ഇതാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത കണക്ക് ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി, ആ ഫുൾ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എന്ത് ടേം ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ F മുതൽ D വരെ എന്ത് ടേമിന്റെ എന്താണ്? ആ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ്. കാരണം എന്താ ഇതിനെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കാൻ? ഇതിന്റെ അകത്ത് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്തിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്? എന്ത് ടേമിന്റെ. അതുകൊണ്ട് ഞാൻ A പാർട്ട് ക്വസ്റ്റൻ ആണ് ആദ്യം ചെയ്യുന്നത്. അത് എന്ത് ടേമിന്റെ ആയതുകൊണ്ട് ഞാൻ അതിനെ xn എന്ന് വിളിക്കുന്നു. xn ഈസ് ഈക്വൽ ടു എന്താണ്? 2n + 3. നമ്മളോട് പറഞ്ഞു ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n എന്താണ്? n ടൈംസ് ഓഫ് ഈച്ച് എന്ന് പറഞ്ഞാൽ സം ആണ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം സമ്മിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച എന്താണ്? സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു പറ x1 + xn. ഇതാണ് നമ്മുടെ സമ്മിന്റെ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? xn ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം സിമ്പിൾ. xn നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് x1 വേണ്ടേ? xn ഉണ്ടെന്നുണ്ടെങ്കിൽ x1 കിട്ടാൻ പാടൊന്നുമില്ല. ഈ n ഉള്ളിടത്ത് നമ്മൾ എന്തിട്ട് കൊടുത്താൽ 1. അപ്പൊ x1 ഈസ് ഈക്വൽ ടു ഇവിടെ n ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കണം? 1. ദാറ്റ് ഈസ് ഈക്വൽ 2 ഇൻറ്റു 1 + 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2 + 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 35. അപ്പൊ എന്തും കിട്ടി? ആ x1 കിട്ടി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ രണ്ട് സാധനങ്ങൾ അതായത് 3ഉം 5ഉം ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ SN ഈസ് ഈക്വൽ ടു എന്ത് വന്ന്? ആ n/2. n എത്രയാണെന്ന് അറിയത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ. ദെയർഫോർ n അതിന്റെ അകത്ത് എന്തായാലും മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കും. അതായത് n/2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? ആ 5 പ്ലസ് xn ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 2n പ്ലസ്. അപ്പൊ എന്തിട്ട്? 2n + 3.
ദാറ്റ് ഈസ് ഈക്വൽ ടു Sn ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും പറ n/2 ഇൻറ്റു പറ മക്കളെ 5 + 3 നിങ്ങൾ ചെയ്യുമ്പോൾ കൂടെ പറഞ്ഞു പഠിക്കണം. അപ്പൊ 5 3 എന്താണ് 8. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട്, ഈ രണ്ടും കൂടെ കൂട്ടുക പോരാ, ഇത് എക്സ്പ്രഷൻ ആണ്, ഇത് രണ്ടും എന്താണ് സംഖ്യയാണ്. അപ്പൊ സംഖ്യ ആദ്യം കൂട്ടുക, 5 + 3 8 പ്ലസ് മിച്ചമുള്ള 2n അതേപോലെ എഴുതുക. ഇനി തീർന്നില്ല, Xn ഈസ് ഈക്വൽ ടു ഈ n/2 നമുക്ക് 8 കൊടുക്കണം, ഈ n/2 2n കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും? n/2 ഇൻറ്റു 8 പ്ലസ് n/2 ഇൻറ്റു 2n. സിമ്പിൾ അല്ലേ? ഈ 2ഉം ഈ 8ഉം കൂടെ വെട്ടി 4 എഴുതാം, ഈ 2ഉം ഈ 2ഉം വെട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു Sn ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു n എത്രയാണ്? 4 ഇൻറ്റു n എത്രയാണ്? 4n പ്ലസ് n ഇൻറ്റു n എത്രയാണ്? n². ദിസ് ഈസ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് എന്ത്? സം. അപ്പൊ എന്ത് ടേമിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ട്, ഇതാണ് എന്ത് ടേമിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, അത് തന്നിട്ട് സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് സ്റ്റെപ്പ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ബി പാർട്ട് ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതങ്ങ് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ബി പാർട്ട് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ? ബി പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3n പ്ലസ് എന്താണ് 2. അപ്പൊ xn എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 3n പ്ലസ് 2 ആയിട്ട് എടുക്കാം. അതേപോലെ x1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ 3 ഇൻറ്റു 1 3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു അതും എന്താണ് 5. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? സമ്മിന്റെ എക്സ്പ്രഷൻ. സമ്മിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം, സമ്മിന്റെ ഇക്വേഷൻ. Sn ഈസ് ഈക്വൽ ടു എന്താണ്? n/2 ഇൻറ്റു മക്കളെ കൂടെ പറയണം കേട്ടോ, നിങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ കൂടെ പറയണം, x1 പ്ലസ് xn ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? n-ന്റെ സ്ഥാനത്ത് അതേപോലെ n തന്നെ എഴുതുക, x1-ന്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? x1 ഇവിടെ എത്രയാണ്? 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് xn എത്രയാണ് ഇവിടെ? 3n പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഈ 5ഉം 2ഉം കൂടെ എന്ത് ചെയ്യാം? ആ 5ഉം 2ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5ഉം ഈ 2ഉം കൂടെ കൂട്ടാം. അപ്പൊ എന്ത് വരും? n/2 ഇൻറ്റു 5ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 7 പ്ലസ് മിച്ചം എന്ത് മാത്രമേ ഉള്ളൂ അവിടെ? മിച്ചം 3n. മനസ്സിലായ? ഇനി n/2 ഇതിനും കൊടുക്കുന്നു, n/2 3n കൊടുക്കും. അപ്പൊ എന്ത് വരും? നിങ്ങൾ തന്നെ പറ. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 7 പ്ലസ് n/2 ഇൻറ്റു എന്താണ്? 3n. ഇവിടെ വെട്ടാൻ പറ്റത്തില്ല, 7ഉം ഈ 7ഉം ഈ 2ഉം കൂടെ വെട്ടാൻ പറ്റത്തില്ല. വെട്ടണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ഈ n-ഉം ഈ 7ഉം കൂടെ നമുക്ക് കൂട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7n/2 പ്ലസ് ഇവിടെ എന്ത് വരും? 3n ഇൻറ്റു n 3n²/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ ഇവിടെയും 2 ആണ് ഇവിടെ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ആ 2 ഡിനോമിനേറ്റർ എടുക്കാം. ന്യൂമറേറ്റർ എന്താണ്? 7n പ്ലസ് 3n². അത് അതേപോലെ തന്നെ മുകളിൽ എഴുതാം, 7n പ്ലസ് 3n². ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എന്ത്? സം. എന്തിന്റെ എക്സ്പ്രഷൻ? സം. ഏതിൽ നിന്ന്? നമ്മുടെ എന്ത് ടേമിന്റെ എക്സ്പ്രഷനിൽ നിന്നും നമ്മൾ സമ്മിന്റെ എക്സ്പ്രഷൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. നമ്മുടെ എന്ത് ടേമിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു ഇത്. അതിൽ നിന്ന് നമ്മൾ എന്തിന്റെ എക്സ്പ്രഷൻ കണ്ടത്? സമ്മിന്റെ എക്സ്പ്രഷൻ ആയ 7n പ്ലസ് 3n²/2 നമ്മൾ കാണിക്കും. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ, പക്ഷെ അവിടെ ഒരു മൈനസ് ആണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നിരിക്കുന്നതിന് നമുക്ക് xn ഈസ് ഈക്വൽ ടു എന്തെന്ന് വിളിക്കാം? 2n - 3. therefore ഇതിന്റെ അത് x1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2 - 3. ശ്രദ്ധിക്കണം, നെഗറ്റീവ് ആണ്, അപ്പൊ -1. മനസ്സിലായ? ഈ 2ന്റെ ചിഹ്നം പ്ലസ്, 3യുടെ ചിഹ്നം മൈനസ്, വ്യത്യസ്ത ചിഹ്നമാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച്, അപ്പൊ വലുതിന് ചെറുത് കുറയ്ക്കും 3 2 പോയാൽ 1, വലുതിന്റെ ചിഹ്നം മൈനസ്, ആ മൈനസ് ആണ്. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് x1 കിട്ടി, xn. ബാക്കി നിങ്ങൾ തന്നെ ഇരിക്കുമോ? Sn സം ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞു? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇനി അതാത് സ്ഥാനത്ത് അതാത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ n/2 അതേപോലെ എഴുതി. x1-ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? -1 പ്ലസ് xn-ന്റെ സ്ഥാനത്ത് എന്താ? xn എത്ര ഇവിടെ? 2n. ദാറ്റ് ഈസ് 2n - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു Sn ഈസ് ഈക്വൽ ടു എന്ത് വരും? n/2 ഇൻറ്റു -1 - 3. ശ്രദ്ധിക്കണം, അവിടെ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ -1 - 3 ഒരേ ചിഹ്നമാണ്. ഒരേ ചിഹ്നമാണെങ്കിൽ തമ്മിൽ കൂട്ടണം. അപ്പൊ 3ഉം 1ഉം ആയിട്ട് കൂട്ടി എത്ര കിട്ടി? 4. തമ്മിൽ കൂട്ടി പൊതുചിഹ്നം, ഇവിടെ പൊതുചിഹ്നം എന്തോ മൈനസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -4. മിച്ചം എന്തുണ്ട് ഇവിടെ? മിച്ചം ഒരു +2 ഉണ്ട്. അപ്പൊ പ്ലസ് ഈ n/2 അകത്തോട്ട് കൊടുത്തേ. അപ്പൊ എന്ത് വരും? n/2 ഇൻറ്റു -4 പ്ലസ് അടുത്ത n/2 എന്ത്? 2n. ദാറ്റ് ഈസ് n/2 ഇൻറ്റു 2n. ഈ 2ഉം ഈ 2ഉം പോയി, ഈ 2ഉം 4ഉം കൂടെ വെട്ടി എന്ത് എഴുതി? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? -2n. ദാറ്റ് ഈസ് -2n പ്ലസ് എന്താണ്? n ഇൻറ്റു n എന്താണ്? n². നമുക്ക് ആദ്യം പ്ലസ് ഉള്ള എഴുതാൻ. ദാറ്റ് ഈസ് n² - 2n. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയായി, ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയായി. സംഭവം മനസ്സിലായല്ലോ? ആദ്യത്തെ 3 സബ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുള്ളവര് അല്ലെ പഠിച്ചിട്ടുള്ളവർക്ക് ആ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആ 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം അതിന്റെ ആൻസർ എല്ലാവരും എനിക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. ഓക്കെ ആണല്ലോ?
എല്ലാം നിങ്ങളോട് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല. ഇത് പഠിച്ചിട്ടുള്ളവരില്ല, ഇത് മനസ്സിലായിട്ടുള്ളവർക്ക് മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. അത് ചെയ്തതിന് ശേഷം, നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, നിങ്ങളത് ചെയ്തതിന് ശേഷം എനിക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള കാര്യം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കിട്ടും. അപ്പൊ എനിക്ക് ആ മോട്ടിവേഷന് വേണ്ടി നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.